നമസ്കാരം. സാമൂഹ്യ പാഠത്തിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഓഗസ്റ്റ് 1 മുതൽ 7 വരെ ലോക മുലയൂട്ടൽ വാരാചരണം നടക്കുകയാണ്. മുലപ്പാലിന്റെ മഹാത്മ്യം, അതിന്റെ പ്രാധാന്യം ഇതൊക്കെ നമുക്ക് ഏറെ പരിചിതമാണ്. ധാരാളം പരിശുദ്ധമായ അല്ലെങ്കിൽ ഏറ്റവും മഹനീയമായി നമ്മൾ കാണുന്ന ഒരുപാട് കാഴ്ചപ്പാടുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ മുലയൂട്ടലിൽ ധാരാളം മിഥ്യാധാരണകളും ഉണ്ട്. ഇന്ന് സാമൂഹ്യ പാഠം ചർച്ച ചെയ്യുന്നത് മുലയൂട്ടലിലെ മിഥ്യാധാരണകളും യഥാർത്ഥ വസ്തുതകളും തമ്മിലുള്ള അന്തരത്തെ പറ്റിയാണ്. അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ അതിഥി ഡോക്ടർ വി മീനാക്ഷിയാണ്, അഡീഷണൽ ഡയറക്ടർ, ഫാമിലി വെൽഫെയർ ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസ്, തിരുവനന്തപുരം. ഇന്ന് ഏറെ പ്രാധാന്യമുള്ളൊരു വിഷയമായതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഞങ്ങളുടെ ഈ നമ്പറിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ്. മാഡം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയത്തെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെ പറ്റിയും ഒക്കെ ഏറെ നമ്മൾ കുട്ടിക്കാലം തൊട്ടേ കേട്ടുവരുന്ന ഒരു കാര്യമാണ് മുലപ്പാലിന്റെ മഹാത്മ്യം എന്നത്. ശരിക്കും ഈ എല്ലാ അമ്മമാരിലും മുലപ്പാലിന്റെ അളവ്, അല്ലെങ്കിൽ എല്ലാ അമ്മമാർക്കും മുലപ്പാൽ ധാരാളം ഉണ്ടാകില്ല എന്നൊരു ധാരണ ആളുകൾക്കിടയിലില്ലേ? അത് ശരിയാണോ? ശരിക്കും പറഞ്ഞാൽ പ്രസവിച്ച എല്ലാ സ്ത്രീകൾക്കും മുലപ്പാൽ ഉണ്ടാകും എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. അത് അമ്മയുടെ ആരോഗ്യത്തെ അനുസരിച്ചായിരിക്കും അമ്മയ്ക്ക് മുലപ്പാൽ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഇല്ലാതാവുകയോ ചെയ്യുന്നത്. അപ്പം ഒരു സ്ത്രീ പ്രസവിച്ചു കഴിഞ്ഞാൽ അവർ കഴിക്കുന്ന ആഹാരത്തിൻ്റെയും അവരുടെ ശരിക്കും ഇപ്പം അവരുടെ അമ്മയ്ക്ക് മുലപ്പാൽ കൂടുതലുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് കൂടുതലുണ്ടാവും, അല്ലെങ്കിൽ അവർ കഴിക്കുന്ന പാരമ്പര്യം അങ്ങനെ എടുത്തു പറയത്തക്ക എവിഡൻസ് ഒന്നും ഇല്ലെങ്കിൽ പോലും അങ്ങനെ കേൾവിയുണ്ട്. പക്ഷേ എന്നിരുന്നാലും അമ്മയ്ക്ക് മുലപ്പാൽ ഇല്ല എന്നുള്ളത് മിഥ്യാധാരണയാണ്. പ്രസവിച്ച ആദ്യത്തെ മണിക്കൂറുകൾ ഒരുപക്ഷെ പാല് കുറവായിരിക്കും, പക്ഷേ പിന്നീട് പാല് ഉണ്ടാവുക തന്നെ ചെയ്യും. അത് അമ്മ കുഞ്ഞിനെ മുലയൂട്ടുന്നതിലൂടെയാണ് പാല് സെക്രീഷൻസ് വരുന്നത്. രാത്രിയിൽ മുലയൂട്ടി കഴിഞ്ഞാൽ മിൽക്ക് പ്രൊഡക്ഷൻ കൂടും എന്നാണ് പറയുന്നത്. ശരി ഡോക്ടർ, അതേപോലെ തന്നെ പല ആളുകൾക്കുമുള്ള ഒരു ധാരണയാണ് ഈ സിസേറിയൻ പ്രസവം തന്നെ വേണം എന്നൊന്ന്. സിസേറിയൻ കഴിഞ്ഞ സ്ത്രീകൾക്ക് മുലപ്പാൽ കുറവായിരിക്കും, അല്ലെങ്കിൽ മറ്റ് സ്ത്രീകളെ അപേക്ഷിച്ചിട്ട് ഇവരിൽ ആ തോത് കുറവായിരിക്കും എന്നൊരു പറച്ചിലുണ്ട്. അത് എത്രത്തോളം ശരിയാണ് ഡോക്ടർ? സിസേറിയനിൽ തോത് കുറയുന്നില്ല, പക്ഷേ ഈ സാധാരണ പ്രസവത്തിൽ പാല് കൊടുക്കുന്ന ഈ ഫസ്റ്റ് 1 അവർ എന്ന് പറഞ്ഞാൽ പ്രസവിച്ച് ആദ്യത്തെ 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഗോൾഡൻ അവർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു സ്ത്രീ പ്രസവിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കുഞ്ഞിന് മുലപ്പാൽ നൽകേണ്ടതാണ്, പ്രത്യേകിച്ചും ഇനീഷ്യൽ 1 മണിക്കൂറിനുള്ളിൽ. അപ്പം സാധാരണ പ്രസവമാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ മുലയൂട്ടാൻ സാധിക്കും. പക്ഷേ സിസേറിയൻ കഴിഞ്ഞ അമ്മമാർ മുലയൂട്ടുന്നത് വളരെ താമസിച്ച് നമ്മൾ കണ്ടുവരുന്നുണ്ട്. പക്ഷേ അതിൽ യാതൊരു അടിസ്ഥാനവും ഇല്ല. കാരണം സിസേറിയൻ ആണെങ്കിലും 1 മണിക്കൂറിനകത്ത് തന്നെ കുഞ്ഞിന് പാല് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഈ ആദ്യത്തെ പാലെന്ന് പറയുന്നത് കൊളസ്ട്രം എന്നാണ് നമ്മൾ പറയുന്നത്, മഞ്ഞ നിറത്തിലുള്ള വളരെ പോഷക സമ്പുഷ്ടമായ ആ കുഞ്ഞിൻ്റെ പ്രഥമ വാക്സിൻ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒന്നാണ് കൊളസ്ട്രം എന്ന് പറഞ്ഞ ആദ്യത്തെ പാല്. അത് തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് കുഞ്ഞിന് നൽകേണ്ടത് വളരെ അത്യാവശ്യമാണ്. സിസേറിയൻ ആണെങ്കിലും നോർമൽ ഡെലിവറി ആണെങ്കിലും 1 മണിക്കൂറിനുള്ളിൽ തന്നെ കുഞ്ഞിനെ മുലയൂട്ടാൻ എല്ലാ അമ്മമാരും ശ്രദ്ധിക്കണം. അമ്മമാർ മാത്രമല്ല, കെയർ ടേക്കർമാരും, ഇപ്പം അമ്മയുടെ അമ്മയോ അല്ലെങ്കിൽ സിസ്റ്റർമാരോ ആരാണ് അവിടെ ഉള്ളതെന്ന് വെച്ചാൽ അവരത് പ്രത്യേകം ശ്രദ്ധിക്കണം. ശരി ഡോക്ടർ, അത് പറഞ്ഞപ്പോഴാണ് ഈ ആദ്യത്തെ പാല് പിഴിഞ്ഞു കളയണമെന്ന് വിശ്വസിക്കുന്ന പലരും നമുക്കിടയിലുണ്ട്. അപ്പം ഡോക്ടർ പറഞ്ഞ ആ ഒരു വസ്തുത എത്രത്തോളം ശരിയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കേണ്ടത്. അപ്പം ഡോക്ടർ, ഈ ആദ്യത്തെ പാൽ പിഴിഞ്ഞു കളയണം എന്ന് പറയുന്നവരോട് എന്താണ് പറയാനുള്ളത്? യാതൊരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. കാരണം ഏറ്റവും പോഷകപ്രദമായ പോഷക സമ്പുഷ്ടമായ പാലാണ് ആദ്യത്തെ ഈ മഞ്ഞപ്പാലെന്ന് പറയുന്നത്. അത് അളവിൽ കുറവായിരിക്കും, പക്ഷേ എന്നിരുന്നാലും അതിനകത്ത് കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാവിധ പോഷകങ്ങളും യഥാർത്ഥ ശരിയായ അളവിൽ അടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് പ്രോട്ടീൻ ആണെങ്കിലും ഫാറ്റ് ആണെങ്കിലും കാർബോഹൈഡ്രേറ്റ് ആണെങ്കിലും ഇമ്യൂണോഗ്ലോബുലിൻസ് ആണെങ്കിലും എല്ലാം തന്നെ ആ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക്, പ്രത്യേകിച്ചും ബ്രെയിനിൻ്റെ തലച്ചോറിൻ്റെ വളർച്ചയ്ക്കും അതുപോലെ പ്രതിരോധ ശേഷി വീണ്ടെടുക്കുന്നതിനും എല്ലാം ഉള്ള
പോഷക ഘടകങ്ങൾ ഈ പറഞ്ഞ കൊളസ്ട്രത്തിൽ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് അത് യാതൊരു കാരണവശാലും പിഴിഞ്ഞു കളയരുത്, കുഞ്ഞിൻ്റെ കൊടുക്കുക തന്നെ. ഡോക്ടർ, ഈ ഫോർമിൽക്കിനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്? എന്താണ്? അതായത് മുലപ്പാൽ നമ്മൾ ആദ്യം കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ മാതിരി ഇത്തരം തെറ്റായ ധാരണകൾ ഒരുപാടുണ്ടല്ലോ. അപ്പം ഈ ആദ്യത്തെ പാൽ എന്നൊരു ആദ്യത്തെ ഫോർമിൽക്ക് ആദ്യത്തെ പാലെന്ന് പറഞ്ഞാൽ അത് കൊടുക്കാതിരിക്കണം എന്നല്ല, അത് കൊടുക്കണം. ആദ്യത്തെ പാലെന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നെ അളവ് അല്ലെങ്കിൽ കൊഴുപ്പ് കുറച്ച് കുറവായിരിക്കും. പക്ഷേ അതിനുശേഷം അതാണ് ഒരു ബ്രസ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സ്തനത്തിൽ നിന്നും 15-20 മിനിറ്റ് നേരം ബ്രസ്റ്റ് ഫീഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. കാരണം ഈ ഫോർമിൽക്കും അതിനോടൊപ്പം തന്നെ ഹൈൻ മിൽക്കും രണ്ടും ആ കുഞ്ഞിന് കിട്ടണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 15-20 മിനിറ്റ് നേരം ഒരു ബ്രസ്റ്റിൽ നിന്നും ഫീഡ് ചെയ്തതിന് ശേഷം മാത്രമേ മറ്റ് ബ്രസ്റ്റിലേക്ക് കുഞ്ഞിനെ മാറ്റാൻ പറ്റൂ. ശരി ഡോക്ടർ. അതേപോലെ തന്നെ നമ്മുടെ ഇടയിലൊരു ധാരണയാണ് ഈ അസുഖമുള്ള അമ്മമാർ പാല് കൊടുക്കാൻ പാടില്ല എന്നുള്ളത്. അങ്ങനെ ഒന്നുണ്ടോ? ശരിക്കും അതിന് പിന്നിലെ യഥാർത്ഥ വസ്തുത എന്താണ്? ചില അസുഖങ്ങളുള്ളപ്പോൾ കുഞ്ഞിന് പാല്, അസുഖങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പം ചില ക്രോണിക് ഡിസീസസ്, TB അല്ലെങ്കിൽ ഇപ്പം HIV AIDS ബാധിച്ചിട്ടുള്ള അമ്മമാർ, അങ്ങനെയുള്ളവരൊന്നും കുഞ്ഞിന് മുലയൂട്ടാൻ പാടില്ല എന്ന് പറയും. കാരണം ഈ അവർ കഴിക്കുന്ന മരുന്നുകൾ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനെ ഹാനികരമായിട്ട് ബാധിക്കും. പക്ഷേ ഇപ്പം ചെറിയ പനിയോ ജലദോഷമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ റെസ്പിറേറ്ററി ഡിസീസ് അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ മാസ്ക് ഉപയോഗിച്ചുകൊണ്ട് കുഞ്ഞിനെ മുലയൂട്ടാം. അപ്പം അസുഖം എന്ന് പറയുന്നത് മുലയൂട്ടുന്നതിനൊരു വിഘാതമായിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ചില മരുന്നുകൾ കഴിക്കുന്ന അമ്മമാരാണെങ്കിൽ കുഞ്ഞിനെ മുലയൂട്ടുന്നത് ചിലപ്പം ഹാനികരമായിട്ട് ബാധിച്ചേക്കാം. അപ്പം അങ്ങനെയുള്ളവർ മറ്റ് ഇപ്പം നമുക്ക് കോംപ്രിഹെൻസീവ് ലാക്ടേഷൻ മാനേജ്മെൻറ്റ് സെൻറ്റേഴ്സ് ഉണ്ട്. ഇപ്പം അമ്മമാരുടെ ഇപ്പം ഡോണേഴ്സ് ഹ്യൂമൻ മിൽക്ക് ഡൊണേറ്റ് ചെയ്യുന്ന അമ്മമാരുണ്ട്. അപ്പം അങ്ങനെയുള്ളവരുടെ പാല് ശരിയായ വണ്ണം സ്റ്റോർ ചെയ്ത് അത് സ്ക്രീനിങ്ങും ഡിസീസൊക്കെ സ്ക്രീൻ ചെയ്ത് അത് ശരിയായ ഊഷ്മാവിൽ സംഭരിച്ച് അത് വിതരണം ചെയ്യുന്ന സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സെൻറ്റേഴ്സിൽ നിന്നും കുഞ്ഞിന് പാല് അങ്ങനെയുള്ള അമ്മമാർക്ക് ലഭ്യമാക്കാവുന്നതാണ്. അത് പറഞ്ഞപ്പോഴാണ് ഡോക്ടർ, ഇപ്പോൾ പലപ്പോഴും ഇപ്പോൾ ഒരു സെൻറ്റേഴ്സിൽ വരുന്നത് ഇപ്പം പല അമ്മമാരുടെയും പാലുകളായിരിക്കുമല്ലോ കളക്ട് ചെയ്യുക. നമ്മുടെ ആളുകൾക്കിടയിലുള്ളൊരു ധാരണയാണ് സ്വന്തം കുഞ്ഞിന് ആ അമ്മ തന്നെ പാല് കൊടുക്കാൻ പാടുള്ളൂ എന്നൊരു ധാരണ നമ്മുടെ ആളുകൾക്കിടയിലുണ്ട്. അതായത് അതിന് പിന്നിൽ എന്തൊക്കെയോ ഉണ്ട്, അമ്മയുടെ പാല് തന്നെ കുട്ടിക്ക് വേണം എന്നുള്ളതൊക്കെ. അപ്പം അതിൻ്റെ ഒരു ആളുകളുടെ ആ ഒരു മിഥ്യാധാരണയെ മാറ്റിയെടുക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെ പറ്റി ഒന്ന് പറയുമേ? ശരിക്കും സ്വന്തം കുഞ്ഞിന് മുലപ്പാൽ നൽകേണ്ടത് അമ്മയുടെ തന്നെ ഉത്തരവാദിത്വമാണ്. ആ കുഞ്ഞിൻ്റെ ജന്മാവകാശമാണ് അമ്മയുടെ മുലപ്പാൽ ലഭിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീ പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ മുലയൂട്ടേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആ സ്വന്തം അമ്മയുടെ പാൽ കുടിച്ച് വളരുവാനാണ് എല്ലാ കുഞ്ഞുങ്ങൾക്കും നല്ലത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില കുഞ്ഞുങ്ങൾക്കെങ്കിലും അമ്മയുടെ പാല് കുടിക്കാൻ പറ്റാതെ വരുന്ന അവസരങ്ങളുണ്ടാവും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ കീമോതെറാപ്പി, ഇപ്പോൾ ക്യാൻസറിൻ്റെ മരുന്ന് കഴിക്കുന്ന അമ്മമാർ, അല്ലെങ്കിൽ എയ്ഡ്സ് പോലുള്ള അല്ലെങ്കിൽ HIV AIDS ബാധിതരായിട്ടുള്ള അമ്മമാർ, അങ്ങനെ ഉള്ള പിന്നെ ചിലപ്പോൾ ഈ ബ്രസ്റ്റ് സർജറിയൊക്കെ കഴിഞ്ഞ അമ്മമാർക്ക് വേണ്ടത്ര പാലുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഈ പറയുന്ന പോലെ മറ്റ് സ്ത്രീകളുടെ അത് ഈ ഡൊണേറ്റ് ചെയ്ത ഈ മിൽക്ക് ബാങ്കിൽ സ്റ്റോർ ചെയ്ത് അതിൽ ഡിസീസും എല്ലാം സ്ക്രീൻ ചെയ്തതിന് ശേഷമാണ് ആ മിൽക്ക് വളരെ സുരക്ഷിതമായ പാലാണ്. അത് അമ്മയുടെ പാല് തന്നെയാണ്, മറ്റൊരമ്മയുടെ പാലായിരിക്കാം. പക്ഷേ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് അത് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ശരി ഡോക്ടർ, നമുക്ക് സാമൂഹ്യ പാഠത്തിൽ ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം.
സാമൂഹ്യ പാഠത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മുലയൂട്ടൽ മിഥ്യകളും അതേപോലെ വസ്തുതകളും എന്ന വിഷയത്തെ പറ്റിയാണ്. നമുക്കുള്ള അതിഥി ഡോക്ടർ വി മീനാക്ഷിയാണ്. ഡോക്ടർ, നമ്മൾ പറഞ്ഞു വന്നത് ലാക്ടേഷൻ സെന്റേഴ്സിനെ പറ്റിയാണ്. അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള ലാക്ടേഷൻ സെന്റേഴ്സ് എന്തൊക്കെയാണെന്ന് പറയും. ഇപ്പം നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ലാക്ടേഷൻ സെൻറ്റർ എറണാകുളം ജനറൽ ആശുപത്രിയിൽ 2021 പ്രവർത്തനക്ഷമമായിട്ടുണ്ട്. അതിനുശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ IMCH ഇൻസ്റ്റിറ്റ്യൂട്ടിലും അതുപോലെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലും ഈ ലാക്ടേഷൻ മാനേജ്മെൻറ്റ് സെൻറ്റർ പ്രവർത്തനക്ഷമമായിട്ടുണ്ട്. ശരി ഡോക്ടർ. അതേപോലെ ഇപ്പോൾ പണ്ടത്തെ കാലമല്ല, ഇപ്പം സ്ത്രീകളുടെ ജോലി പ്രസവിക്കുക എന്നത് മാത്രമല്ല, അവർ ഒരുപാട് മേഖലകളിലേക്ക് ഇടപെടുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. അപ്പം അവർ പൊതുവെ അവരുടെ സൗന്ദര്യത്തിലും അല്ലെങ്കിൽ അവരുടെ ആരോഗ്യത്തിലും ഒരുപാട് ശ്രദ്ധയും കൊടുക്കുന്നുണ്ട്. അപ്പം പൊതുവെ വ്യായാമം അതിൻ്റെ ഒരു ഭാഗമാണല്ലോ. അപ്പം ഈ അമ്മമാർ വ്യായാമം ചെയ്താൽ മുലപ്പാൽ കുറയുമെന്ന് വിശ്വസിക്കുന്ന കുറച്ച് ആളുകൾ നമുക്കിടയിലുണ്ട്. അപ്പം അതിനെ പറ്റിയുള്ള ഒരു അഭിപ്രായം എന്താണ് മാഡം? അമ്മമാർ വ്യായാമം ചെയ്യുന്നത് അമ്മയുടെ ആരോഗ്യത്തിന് വളരെ നല്ലത് തന്നെയാണ്. പക്ഷേ മുലപ്പാൽ നൽകുന്നതിലൂടെ അല്ലെങ്കിൽ മുലയൂട്ടുന്നതിലൂടെ അമ്മയുടെ ഗർഭാവസ്ഥയ്ക്ക് മുന്നേ ഉള്ള ബോഡി ഷേപ്പും ശരീര സൗന്ദര്യവും വർദ്ധിക്കുന്നതാണ് ശരിയായിട്ടുള്ള കാര്യം. കാരണം ഈ മുലപ്പാൽ നൽകുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് വളരെയധികം ഉപയോഗിക്കപ്പെടുകയും അതുകൊണ്ട് തന്നെ ശരീരഭാരം വർദ്ധിക്കാനുള്ള സാഹചര്യം കുറയുകയും അതുപോലെ തന്നെ യൂട്രസിൻ്റെ ഇൻവല്യൂഷൻ അല്ലെങ്കിൽ യൂട്രസ് ചുരുങ്ങി പഴയ അവസ്ഥയിലേക്ക് മാറുന്നതോടൊപ്പം വയറ് കുറയുന്ന അങ്ങനെയുള്ള ശരീര സൗന്ദര്യം വീണ്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വ്യായാമം എല്ലാവർക്കും നല്ലത് തന്നെയാണ്. പക്ഷെ അത് മുലയൂട്ടലിനൊരു ഈ മുലപ്പാൽ കുറയുന്നതിന് കാരണമാകുന്നില്ല. ഓക്കെ, ശരി ഡോക്ടർ. നമുക്കൊരു കോളർ ഉണ്ട്. കടവന്ത്രയിൽ നിന്നും ശോഭനയാണ് വിളിക്കുന്നത്. നമസ്കാരം ശോഭന, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. എന്താണ് സംശയം? ഡോക്ടറോട് ചോദിച്ചോളൂ. ശോഭന, കേൾക്കാമോ? കേൾക്കാം. ചോദിച്ചോളൂ, ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. ചോദിക്കാനുള്ളത്, മോൾക്ക് 2 കുഞ്ഞുങ്ങൾ ട്വിൻസാണ്. പറയൂ. മോൾക്ക് 2 കുഞ്ഞുങ്ങള്, അത് ട്വിൻസാണ്. അവർക്കിപ്പോ 30 ജൂൺ 2024 2 വയസ്സായി. പറഞ്ഞോളൂ. അപ്പൊ ഇനി മുലയൂട്ടല് ചെയ്യണോ വേണ്ടയോ എന്നറിയാനാ. ശരിക്കും നല്ല ചോദ്യമാണ്. കാരണം അമ്മയ്ക്ക് പാലുണ്ടെങ്കിൽ കുഞ്ഞിന് 2 വയസ്സ് വരെ അല്ലെങ്കിൽ 3 വയസ്സ് വരെ മുലയൂട്ടാവുന്നതാണ്, അതിനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ. പക്ഷേ എന്തായാലും 2 വയസ്സ് വരെ കൃത്യമായിട്ടും അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടേണ്ടതാണ്. ഇപ്പം കുഞ്ഞിന് 2 വയസ്സായി, 2 കുട്ടികളാണ്. അപ്പം വേറെ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ മുലയൂട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല. പക്ഷേ കഴിയുമെങ്കിൽ 3 വയസ്സ് വരെ വേണമെങ്കിലും കൊടുക്കാം നമുക്ക് കുഞ്ഞുങ്ങൾക്ക്. കാരണം അമ്മയുടെ മുലപ്പാലെന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ സംബന്ധിച്ച് അത്രയും പോഷകപ്രദമായിട്ടുള്ള ആഹാരമാണ്. അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ? ഇല്ല, അമ്മയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അമ്മ അതിനനുസരിച്ച് ആഹാരം, ഇപ്പം മുലയൂട്ടുന്ന അമ്മമാർ അഡീഷണലി ഒരു 300 മുതൽ 500 കലോറി വരെ നമ്മൾ സാധാരണ കഴിക്കുന്നതിൽ നിന്നും കൂടുതൽ ഭക്ഷണം കഴിക്കേണ്ടതായിട്ട് വരും. അത്ര മാത്രമേ ഉള്ളൂ. ശരി ശോഭന, സംശയം മാറി എന്ന് കരുതുന്നു. വീണ്ടും വിളിക്കുക. ഡോക്ടർ, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും, അതായത് മുലപ്പാലുള്ളിടത്തോളം മുലപ്പാൽ കൊടുക്കാമെന്ന് പറയുന്നുണ്ടല്ലോ. പക്ഷേ ചില ആളുകൾ പറയുന്നുണ്ട് 1 വർഷത്തിൽ കൂടുതൽ മുലപ്പാൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് മുലകുടി നിർത്താൻ വലിയ പ്രയാസമാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ധാരണയുണ്ടോ ഡോക്ടർ? അതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ? ഇപ്രാവശ്യത്തെ ഈ മുലയൂട്ടൽ വാരാചരണത്തിൻ്റെ സന്ദേശം തന്നെ ക്ലോസിങ് ദ ഗ്യാപ്പ് ബ്രസ്റ്റ് ഫീഡിങ് സപ്പോർട്ട് ഫോർ ഓൾ എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പ്രസവിച്ച് 1 മണിക്കൂറിനകത്ത് മുലയൂട്ടണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 6 മാസം മുലപ്പാലല്ലാതെ വേറെ ഒരു ആഹാരവും കുഞ്ഞിന് നൽകരുതെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ആണെങ്കിലും നമ്മളുടെ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് കേരളത്തിൽ ഈ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ 6 മാസം വരെ മുലയൂട്ടുന്ന അമ്മമാരുടെ കണക്ക് ഏകദേശം 56%. പക്ഷേ ഏർലി ഇനിഷ്യേഷൻ ഓഫ് ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ 1 മണിക്കൂറിനകത്ത് മുലയൂട്ടുന്ന അമ്മമാരുടെ കണക്കെന്ന് പറയുന്നത് ഏകദേശം 67%.
അപ്പം അവിടെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ കേരളത്തിൽ ഏകദേശം 99.9% സ്ത്രീകളും ആശുപത്രികളിലാണ് പ്രസവിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിൽ വീട്ടിൽ പ്രസവിക്കുന്ന സ്ത്രീകളുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിൽ 99.9% സ്ത്രീകൾ ആശുപത്രിയിൽ പ്രസവിക്കുകയും എന്നാൽ 1 മണിക്കൂറിനകത്ത് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം ഇങ്ങനെയുമാണ്. അപ്പോൾ അതുപോലെ തന്നെ 6 മാസത്തോളം എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്ന അമ്മമാരുടെ എണ്ണവും കുറവാണെന്ന് കാണാം. കാരണം അതിൽ കാരണങ്ങളുണ്ടാവാം. കാരണം പല അമ്മമാരും ഇന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. നമുക്ക് 6 മാസം വരെ മെറ്റേണിറ്റി ലീവുണ്ട്. പക്ഷേ എന്നിരുന്നാൽ കൂടിയും 6 മാസത്തിന് ശേഷം അവർക്ക് ജോലി സ്ഥലത്തേക്ക് തിരിച്ചു പോകേണ്ടതുണ്ട്. അപ്പോൾ ഈ വർഷത്തെ സന്ദേശം എന്ന് പറയുന്നത് ഈ മുലയൂട്ടുന്ന അമ്മമാർക്ക് എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും തൻ്റെ കുഞ്ഞിന് മുലയൂട്ടാനുള്ള അവസരം, അത് പങ്കാളിയായിക്കോട്ടെ, മറ്റു കുടുംബാംഗങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ജോലി സ്ഥലത്തായിക്കോട്ടെ, അല്ലെങ്കിൽ സമൂഹത്തിലുള്ളവരായിക്കോട്ടെ, എല്ലാവരും അവർക്ക് അതിനുള്ള അവസരം ഒരുക്കണം എന്നാണ് ഈ ഒരു സന്ദേശം നമ്മളെ മനസ്സിലാക്കിക്കുന്നത്. അപ്പോൾ ആ ഒരു സപ്പോർട്ട് നമ്മളെല്ലാവരും നൽകേണ്ടതാണ് മുലയൂട്ടുന്ന അമ്മമാർക്ക്. ശരി ഡോക്ടർ, അപ്പോൾ ഈ മുലയൂട്ടാൻ ഇത്തരത്തിലൊരു ശരിയായ പ്രായമില്ല, എപ്പോൾ വേണമെങ്കിലും മുലയൂട്ടാം ഒരു സങ്കല്പം തന്നെയാണ് ശരി അല്ലേ ഡോക്ടർ? അതെ, തീർച്ചയായിട്ടും. 2 വയസ്സ് വരെ എന്തായാലും കുഞ്ഞിന് മുലപ്പാൽ നൽകണം. 6 മാസം എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് മിൽക്കാണ്. അതായത് 6 മാസം വരെ കുഞ്ഞിന് മുലപ്പാലല്ലാതെ വേറെ ഒരു പാല് അല്ലെങ്കിൽ മറ്റ് ആഹാരങ്ങളോ നൽകാൻ പാടില്ല. 6 മാസത്തിന് ശേഷം മുലപ്പാലിനോടൊപ്പം തന്നെ മറ്റ് റാഗി അല്ലെങ്കിൽ നന്നായിട്ട് വേവിച്ച ചോറ്, മറ്റ് പഴങ്ങൾ, പച്ചക്കറികൾ, ഇതെല്ലാം കുഞ്ഞിന് മുലപ്പാലിനോടൊപ്പം തന്നെ നൽകാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഈ പറഞ്ഞ 2 വയസ്സ് വരെ മുലയൂട്ടുന്നത് ഉത്തമമാണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ 2 അല്ല 3 വയസ്സ് വരെ കൊടുക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ അത് കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം കുഞ്ഞ് സ്കൂളിൽ അല്ലെങ്കിൽ നഴ്സറിയിൽ പോകുന്നിടം വരെ. ശരി ഡോക്ടർ, അതേപോലെ തന്നെ ഈ മുലയൂട്ടുന്ന അമ്മമാർ അത് കഴിക്കരുത്, ഇത് കഴിക്കരുത്, ഇങ്ങനെയൊക്കെ ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട്. ശരിക്കും എരിവുള്ള ഭക്ഷണം മുലയൂട്ടുന്നവർ കഴിക്കരുത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിലെ വസ്തുത എന്താണ് ഡോക്ടർ? എരിവുള്ള ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് ആൽക്കഹോള് അതുപോലുള്ള പിന്നെ ഈ കഫീൻ കൂടുതൽ അടങ്ങിയ ഡ്രിങ്ക്സ് അതൊക്കെ കഴിക്കുന്നത് കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനെ ബാധിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. എരിവുള്ള ഭക്ഷണം അങ്ങനെ കഴിക്കാൻ പിന്നെ ചില ലിറ്ററേച്ചറൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ അമ്മ കഴിക്കുന്ന ആഹാരത്തിനനുസരിച്ച് കുഞ്ഞിൻ്റെ പാലിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരുമെന്നിങ്ങനെ പറയപ്പെടുന്നുണ്ട്. പക്ഷേ എരിവിൻ്റെ കാര്യത്തിൽ എനിക്ക് അത്ര അതേപോലെ ഈ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഡോക്ടർ, ഈ ആങ്കർ എരിവ് കഴിക്കുന്ന ആളുകൾക്ക് കുറച്ചുകൂടി ഭയങ്കര ദേഷ്യവും ഷോർട്ടപ്പേടും. അപ്പോൾ എന്ത് കഴിച്ചാലും അത് അമ്മ എന്ത് കൊടുക്കുന്നു അതാണ് കുട്ടിയുടെ സ്വഭാവ രൂപീകരണം വരെ എന്നും ചിന്തിക്കുന്നവരും നമുക്കിടയിലുണ്ട്. അതിൽ വസ്തുതകൾ എന്തെങ്കിലും ഉണ്ടോ ഡോക്ടർ? അത് എനിക്ക് അങ്ങനെ അതിനെക്കുറിച്ച് അങ്ങനെ വലിയ ഇതെല്ലാം ഒരു ധാരണകൾ വെച്ചു പുലർത്തി ധാരണയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അമ്മയുടെ സ്വഭാവം അല്ലെങ്കിൽ അച്ഛൻ്റെ സ്വഭാവം കുഞ്ഞുങ്ങൾക്ക് സ്വാഭാവികമായിട്ടും കിട്ടും. അത് ജനറ്റിക് മേക്കപ്പ് അങ്ങനെ ഭക്ഷണത്തോട് അതിനെ ഇന്റർ കണക്ട് ചെയ്യുന്നതിനോട് പ്രത്യേകിച്ച് മുലയൂട്ടലുമായിട്ട് അതിനെ ബന്ധപ്പെടുത്തേണ്ട കാര്യം ഇല്ല. ശരി ഡോക്ടർ, അതേപോലെ തന്നെ നമുക്കിടയിലുള്ള ഒരു ധാരണയാണ് കുഞ്ഞുങ്ങൾ കരയുന്നത് വിശക്കുമ്പോൾ മാത്രമാണ്, അല്ലാത്ത പക്ഷം അവർ കരയുകയില്ല. ഈ ഒരു ധാരണ ഒരു മിഥ്യാധാരണയല്ലേ ഡോക്ടർ? തീർച്ചയായിട്ടും വിശക്കുമ്പോൾ കുഞ്ഞുങ്ങൾ കരയാറുണ്ട്. ഇപ്പം നമ്മളൊരു ചൊല്ല് തന്നെ കേട്ടിട്ടുണ്ട്, കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയും. അപ്പം അത് ശരിയായിരിക്കാം. പക്ഷേ അതോടൊപ്പം തന്നെ കരയുന്നത് മറ്റ് അസുഖങ്ങൾ കൊണ്ടും ആവാം. ഇപ്പം ചിലപ്പം വയറുവേദന അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഇപ്പം ചെവി വേദന അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും വേദനകൾ കുഞ്ഞിന് വരുവാണെങ്കിലും കുഞ്ഞ് കരയാറുണ്ട്. പക്ഷേ പാല് വിശക്കുന്ന സമയത്തും കരയാറുണ്ട്. പണ്ടത്തെ ആളുകൾ പറയാറുണ്ടല്ലോ കുഞ്ഞ് വിശക്കുന്നു പാല് കൊടുക്കും അതുകൊണ്ടാണ് കരയുന്നത് എന്ന് പറയുന്ന ഒരു കേൾവി നമുക്കിടയിൽ. പക്ഷെ നമ്മൾ കുഞ്ഞ് കരയുന്നിടം വരെയും പാല് കൊടുക്കാനായിട്ട് വെയിറ്റ് ചെയ്യരുത്. കാരണം കുഞ്ഞ് കരയുന്നതെന്ന് പറഞ്ഞാൽ അവസാനത്തെ ഒരു ശ്രമമാണ്. പക്ഷെ അതിന് മുന്നേ തന്നെ പല സൂചനകളും കുഞ്ഞ് നൽകാറുണ്ട്. കുഞ്ഞിന് വിശക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന. ഇപ്പം അമ്മയുടെ ശരീരത്തിലേക്ക് ചരിയുകയും അതുപോലെ വാതുറക്കുകയും പിന്നെ കോട്ടുക അങ്ങനെയുള്ള ചില സൂചനകൾ കുഞ്ഞ് നൽകാറുണ്ട്. അപ്പം കരയുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട. കുഞ്ഞിന് പ്രത്യേകിച്ചും പ്രിമച്വറായിട്ടുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ 2 മണിക്കൂർ ഇടവിട്ട് തന്നെ കുഞ്ഞിന് പാല് നൽകണം. ഉറങ്ങുകയാണെങ്കിൽ പോലും കുഞ്ഞിനെ ഉണർത്തി പാല് കൊടുക്കണം എന്നാണ് പറയുന്നത്.
ശരി ഡോക്ടർ, ഇനി സാമൂഹ്യ പാഠത്തിൽ നമുക്കൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. ധരയിൽ ജീവിച്ച ദിനങ്ങളിൽ നിനക്കൊരു ചാന്തോ മുഖം മണക്കും പൗഡറോ മറക്കവയ്യാത്ത ഹൃദയത്തിനുപ്പോ വിശപ്പിന്നു നാഴിയരിയോ തന്നീല. വായിക്കുന്ന മനുഷ്യന് അനേകം ജീവിതങ്ങൾ ഉണ്ടാകും, വായിക്കാത്ത മനുഷ്യർക്ക് ഭൂമിയിൽ ഒറ്റ ജീവിതമേ ഉണ്ടാകുള്ളൂ എന്ന് പറയാറുണ്ട്. പകലിരവുകളുടെ ചിറകടി പോലും കേൾപ്പില്ലെഴുത്തച്ഛൻ, ജലപാനം കഴിക്കുന്നില്ലെഴുത്തച്ഛൻ. ഉല്ലേഖം എല്ലാ ശനിയാഴ്ചയും രാത്രി 9 മണിക്ക്. പുനഃസംപ്രേഷണം എല്ലാ ഞായറാഴ്ചയും രാവിലെ 8:30. സാമൂഹ്യ പാഠത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മുലയൂട്ടലിലെ മിഥ്യാധാരണകളും വസ്തുതകളും എന്ന വിഷയത്തെ പറ്റിയാണ്. പ്രേക്ഷകർ നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളുടെ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചു ചോദിക്കാവുന്നതാണ്. ഡോക്ടർ, നമ്മൾ പറഞ്ഞു വന്നത് കുഞ്ഞുങ്ങളുടെ കരച്ചിലിനെ പറ്റിയാണ്. അതേപോലെ തന്നെ ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ്, മുലയൂട്ടൽ ഒട്ടും എളുപ്പമല്ല എന്നൊരു ധാരണ. പൊതുവേ ആളുകളുടെ ഒരു കാഴ്ചപ്പാടാണ് സ്ത്രീകളാകുമ്പോൾ വിവാഹം കഴിക്കുക, പ്രസവിക്കുക, കുട്ടികളെ നോക്കുക, ഇതൊക്കെ വളരെ നാച്ചുറൽ ആയിട്ട് ഒരു പ്രോസസ്സാണ് എന്ന് ചിന്തിക്കുന്നവരാണ് നമുക്കിടയിലെ ഏറിയ പേരും. അപ്പോൾ മുലയൂട്ടുക, കുഞ്ഞിനെ പ്രസവിക്കുക, മുലയൂട്ടുക, അതിലിപ്പോൾ എന്താണ് ഇരിക്കുക, അതിന് മറ്റുള്ളവരുടെ പിന്തുണ ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന ധാരാളം ആളുകൾ നമുക്കിടയിലുണ്ട്. അപ്പോൾ മുലയൂട്ടൽ ഈ പറയുന്ന പോലെ അത്ര എളുപ്പമായിട്ടുള്ള ഒരു കാര്യമാണോ? അതിന് യാതൊരുവിധ പിന്തുണയും ആവശ്യമില്ലാത്ത ഒന്നാണ്. എന്താണ് ഡോക്ടർ ഇതിനെ പറ്റിയുള്ള ഒരു അഭിപ്രായം? ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കാരണം വെച്ചാൽ മുലയൂട്ടൽ അത്ര എളുപ്പമല്ല. കാരണം അതിനകത്ത് ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ സ്ത്രീകൾ ഒരുപാട് ചലഞ്ചസ് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഏർലി ഇനിഷ്യേഷൻ ഓഫ് ബ്രസ്റ്റ് ഫീഡിങ് എന്ന് പറയുന്നതിൽ തന്നെ നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, നമുക്ക് ഏകദേശം 67% ആൾക്കാരെ ഏർലി ഇനിഷ്യേഷൻ ഓഫ് ബ്രസ്റ്റ് ഫീഡിങ് ഉള്ളൂ നമ്മുടെ കേരളത്തിൽ. അപ്പോൾ അതേപോലെ ചലഞ്ചസ് എന്ന് പറയുമ്പോൾ അമ്മയ്ക്കിപ്പം ഇപ്പോൾ സിസേറിയൻ ആണെങ്കിൽ അഫ്കോഴ്സ് അവർക്ക് കുറച്ച് ഈ വേദനയൊക്കെ ഉള്ളത് കൊണ്ട് കുഞ്ഞിനെ ഇരുന്ന് ഫീഡ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഒരു ഫീഡിങ് ചിലപ്പോൾ അവർക്ക് സാധിച്ചൊന്നും വരില്ല. പക്ഷേ അവിടെ നമ്മുടെ ഹെൽത്ത് വർക്കേഴ്സ്, അവിടെ നിൽക്കുന്ന സ്റ്റാഫ് നഴ്സ് അല്ലെങ്കിൽ ഡോക്ടർ, അവർക്ക് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള അവസരത്തിൽ. അതുപോലെ തന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അവർക്ക് കുറച്ച് ഷൈ ആയിട്ടുള്ള, കാരണം പൊതുജന മധ്യത്തിൽ നിന്ന് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ എല്ലാ സർക്കാർ ആശുപത്രികളിലും ഈ ബ്രസ്റ്റ് ഫീഡിങ്ങിന് വേണ്ടി പ്രത്യേക റൂം തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കംഫർട്ടബിളായിട്ട് ആ റൂമിൽ കയറിയിരുന്ന് കുഞ്ഞിന് ഫീഡ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഉള്ള ഒരു കാര്യം, ഈ റിട്രാക്റ്റഡ് നിപ്പിളൊക്കെ ഉള്ള സ്ത്രീകളാണെങ്കിൽ അവർക്ക് കുഞ്ഞിനെ ഫീഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടാവും. അപ്പം ഈ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ കൗൺസിലിംഗ് നമ്മൾ ഇവർ ഗർഭിണി ആവുന്ന സമയത്ത് തന്നെ, ആ തുടക്കത്തിൽ തന്നെ അതാത് ഗൈനക്കോളജിസ്റ്റുമാർ നൽകേണ്ടതാണ്. കാരണം അവർക്ക് ആ സപ്പോർട്ട്, ഇപ്പം റിട്രാക്റ്റഡ് നിപ്പിളൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള എക്സസൈസ് അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ ആ ബുദ്ധിമുട്ട് ഒഴിവാക്കി കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അവിടെ ആരോഗ്യ പ്രവർത്തകർക്കും അതിൽ വളരെയധികം പങ്കുണ്ട്. നമുക്കൊരു കോളർ ഉണ്ട്. ഡോക്ടർ നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ, കേൾക്കാമോ? പേര് പറയൂ. പേര് പറയൂ. ഹർഷയാണ്, കോഴിക്കോട് നിന്ന് ഹർഷയാണ് വിളിക്കുന്നത്. എന്താണ് ഹർഷ ചോദിക്കാനുള്ളത്? സംശയം ഡോക്ടറോട് ചോദിച്ചോളൂ. എനിക്ക് ചോദിക്കാനുള്ള കാര്യം ഇതാണ്, എന്താ വെച്ചാല് ചില ആളുകൾക്ക് പാല് കുറവായിരിക്കാറുണ്ട്, കുട്ടികൾക്ക് ആവശ്യത്തിനുള്ള പാല് കൊടുക്കാറില്ല. അപ്പൊ നമ്മള് മറ്റു ലാക്ടോജൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ടല്ലോ. അപ്പൊ ഇതെന്തുകൊണ്ടാണ് ഇതിങ്ങനെ പാല് കുറവ് വരുന്നത് ആളുകൾക്ക്? അപ്പൊ അത് വെള്ളം കുടിക്കാനിട്ടാണ്, അങ്ങനെ പല കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പൊ അത് ഇതിന്റെ ഇതിന് ശരിയായിട്ടുള്ള കാരണം എന്താണെന്ന് അറിയാമോ? അതാണ് എന്റെ ചോദ്യം. ഈ പാല് കുറയുന്നത് ഇപ്പോൾ ഒരുപാട് മിഥ്യാധാരണകളുണ്ട്. ഇപ്പം ചെറിയ ബ്രസ്റ്റ് ആണെങ്കിൽ പാല് കുറഞ്ഞു പോകുന്നോ, അല്ലെങ്കിൽ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു അമ്മയുടെ ആരോഗ്യത്തിന് അനുസരിച്ചായിരിക്കും അമ്മയ്ക്ക് പാലുണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത്. അതുപോലെ തന്നെ കഴിക്കുന്ന ഭക്ഷണം അതും ഒരു ഫാക്ടറാണ്. അപ്പം നന്നായിട്ട് ഭക്ഷണം കഴിക്കുകയും അതുപോലെ പോഷകപ്രദമായ
അമ്മ പാല് കൂടുതൽ കുടിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുഞ്ഞിന് തീർച്ചയായിട്ടും പാലുണ്ടാകും. പിന്നെ ചില മരുന്നുകൾ മിൽക്ക് പ്രൊഡക്ഷൻ കുറയ്ക്കുന്നതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ അമ്മയ്ക്ക് പാല് കുറവായിരിക്കും. അല്ലാത്ത പക്ഷം ഏജ് ഒരു ഫാക്ടറാണോ ഡോക്ടർ? ഏജോ? ഏജ് ഒരു ഫാക്ടറായിട്ടൊന്നും പറയുന്നില്ല. ഇപ്പം നമ്മൾ ഈ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കുന്ന അമ്മമാരെല്ലാവരും കുറേ വയസ്സ്, ഒരു 30-35 വയസ്സിനൊക്കെ മുകളിൽ പ്രായമുള്ള അമ്മമാരൊക്കെ ഉണ്ട്. അവർക്കൊന്നും അങ്ങനെ ബ്രസ്റ്റ് മിൽക്ക് കുറയുന്നതായിട്ട് അനുഭവം ഇല്ല. ഈ എല്ലാ പ്രായത്തിലുള്ളവർക്കും ഈ പറഞ്ഞ പോലെ അവരുടെ ആരോഗ്യത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ചിലപ്പം പാല് കുറയാം. പക്ഷേ അതിനിപ്പം അതിനുള്ള പ്രതിവിധികളുണ്ട്. ഇപ്പം ലാക്ടെയർ പോലത്തെ ടാബ്ലറ്റ്സ് ഒക്കെ ഗൈനക്കോളജിസ്റ്റുമാർ കൊടുക്കാറുണ്ട്. അപ്പോൾ അത് കഴിക്കുമ്പം തന്നെ പാല് ഊറി വരും. പക്ഷേ ഫോർമുല ഫീഡ് ഫോർമുല മിൽക്ക് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഈ എന്താ പറയാ, നമ്മുടെ പാലിലുള്ള എല്ലാ പ്രോട്ടീൻസും കാര്യങ്ങളും കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ അത് കുട്ടികൾക്ക് ഭാവിയിൽ വലിയ എന്തെങ്കിലും വിഷയങ്ങളിലേക്ക് എത്തുവോ? അവർക്ക് പിന്നെ നമ്മൾ എന്തെങ്കിലും സപ്ലിമെന്റ് വേറെ കൊടുക്കേണ്ടി വരുമോ? അങ്ങനെയുള്ള ഈ വൈറ്റമിൻ ഡി ഒക്കെ മുലപ്പാലിന് ഒരുപാട് കിട്ടുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ അതിന്റെ ഡെഫിഷ്യൻസി ഒക്കെ പിന്നീട് അവർക്ക് വരാനുള്ള ചാൻസ് ഒക്കെ കൂടുതൽ. തീർച്ചയായിട്ടും സപ്ലിമെന്റ് അവർക്ക് കൊടുക്കും. തീർച്ചയായിട്ടും മുലപ്പാൽ തന്നെയാണ് കുഞ്ഞിന് നൽകേണ്ടത്. പക്ഷേ ഈ പറഞ്ഞ പോലെ അളവ് കുറയുന്ന സാഹചര്യം അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഇപ്പം മുലയൂട്ടാൻ പറ്റാതെ വരുന്ന സാഹചര്യങ്ങളൊക്കെ നമുക്ക് ഫോർമുല ഫീഡ് കൊടുക്കേണ്ടി വരും. പക്ഷേ അപ്പോഴും അത് ഇപ്പം നമ്മൾ ശരിയായ ഫോർമുല തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ആ കുഞ്ഞിന് ആവശ്യമുള്ള ഫോർമുല ഫീഡിലും അത്യാവശ്യം ന്യൂട്രിയൻസ് ശരിയായ അളവിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഫോർമുല ഫീഡ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. പക്ഷേ അമ്മയുടെ പാല് കുടിച്ച് വളരുന്ന കുഞ്ഞുങ്ങൾക്ക് IQ കൂടുതലാണെന്നാണ് പറയുന്നത്. മറ്റ് മൃഗങ്ങളുടെ പാല് കുടിച്ച് വളരുന്ന അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഫീഡ് കഴിക്കുന്ന കുഞ്ഞുങ്ങളെ അപേക്ഷിച്ച് IQ കൂടുതലാണെന്ന്. അമ്മയുടെ പാല് കുടിച്ച് വളരുന്ന കുഞ്ഞുങ്ങൾക്കാണ് IQ കൂടുതൽ. അതുപോലെ തന്നെ ആരോഗ്യവും പ്രതിരോധശേഷിയും പിന്നീട് ഉണ്ടാവാനുള്ള ഇപ്പോൾ ഡയബറ്റിസ്, ഹാർട്ട് ഡിസീസ് പോലും പാൽ കുടിച്ച് വളരുന്ന കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണെന്നാണ് പറയുന്നത്. അതുപോലെ രോഗപ്രതിരോധ ശേഷി കൂടുതലുള്ളതുകൊണ്ട് ന്യൂമോണിയ പോലുള്ള അല്ലെങ്കിൽ ഡയറിയ പോലുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത കുറയുന്നു. പിന്നെ അമ്മയുടെ പാലെന്ന് പറഞ്ഞാൽ ഏറ്റവും ദഹിക്കാൻ ഏറ്റവും അനുയോജ്യമായതാണ്. മറ്റ് ആർട്ടിഫിഷ്യൽ ഫീഡ് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞിന് ഇൻഡൈജഷൻ അല്ലെങ്കിൽ ഡയറിയ അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷനൊക്കെ ഇടവിട്ട് വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പം ബ്രസ്റ്റ് മിൽക്കാണ് ഏറ്റവും ഉത്തമം. നന്ദി ഹർഷ, വീണ്ടും വിളിക്കുക. ഡോക്ടർ, നമുക്ക് പലപ്പോഴും ആളുകൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രസവവും അതേപോലെ വിവാഹവും ഒക്കെ ഒരു നോർമൽ കാര്യമാണ്. അതേപോലെ തന്നെ പങ്കാളികളെക്കാൾ കൂടുതൽ അഭിപ്രായങ്ങൾ പറയുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതും ബന്ധുക്കളും അല്ലെങ്കിൽ മറ്റ് മുതിർന്ന ആളുകളുമായിരിക്കും. അപ്പം ചില ആളുകൾ പറയുന്നുണ്ട് അമ്മയെയും കുഞ്ഞിനെയും മാറ്റിക്കിടത്തണമെന്നുള്ളത്. അതായത് അമ്മയ്ക്ക് കുറച്ചൊന്ന് റെസ്റ്റ് കൊടുക്കൂ, കുട്ടിയെ ഇനി കുറച്ചൊന്ന് മാറ്റിക്കിടത്തൂ എന്ന് പറയുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങൾ എത്രത്തോളമാണ് അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തെയും കുഞ്ഞിൻ്റെ വളർച്ചയും ഒക്കെ ബാധിക്കുന്നത്? അതൊരു മിഥ്യാധാരണയല്ലേ ആളുകളുടെ? ശരിക്കും മിഥ്യാധാരണയാണ്. നമ്മളെപ്പോഴും അമ്മയും കുഞ്ഞിനെയും ചേർത്ത് കിടത്താനാണ് പറയുന്നത്. കാരണം അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബോണ്ടിങ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് അമ്മയും കുഞ്ഞും ഒരുമിച്ച് കിടക്കുമ്പോൾ. പ്രത്യേകിച്ച് കുഞ്ഞ് അമ്മയുടെ സൈഡിലേക്ക് ചരിഞ്ഞ് അമ്മയുടെ മാറിലേക്ക് ചരിഞ്ഞ് കിടക്കുമ്പോൾ ആ കുഞ്ഞിനുള്ള ഒരു സമാധാനം അല്ലെങ്കിൽ അമ്മയ്ക്കുള്ള സമാധാനം, അതിലുപരി രണ്ടുപേരും തമ്മിലുള്ള ഇമോഷണൽ ബോണ്ടിങ് അത് വളരെ പ്രധാനമാണ്. നമ്മൾ മദർ ബേബി ഫ്രണ്ട്ലി ഹോസ്പിറ്റൽ ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം എല്ലാ ഹോസ്പിറ്റലും അത് തുടങ്ങിയിട്ടുണ്ട് ഡെലിവറി പോയിൻറ്റ്സിൽ. അത് ഒരു സാധ്യമാവുമെങ്കിൽ അമ്മയും കുഞ്ഞിനെയും ഒരുമിച്ച് തന്നെ കിടത്തേണ്ടതാണ്. അതിൽ അമ്മയ്ക്ക് റെസ്റ്റ് എന്നുള്ളതില്ല. അമ്മയ്ക്ക് റെസ്റ്റ് എടുക്കാമല്ലോ, കുഞ്ഞ് ഉറങ്ങുന്ന സമയത്ത് അമ്മയ്ക്ക് റെസ്റ്റ് എടുക്കാം. അമ്മയും കുഞ്ഞും സെപ്പറേറ്റ് ആയിട്ട് ഒരിക്കലും കിടത്താൻ പാടില്ല. ശരി ഡോക്ടർ, അപ്പോൾ ഒരു തെറ്റായ ധാരണ ഇനി പ്രേക്ഷകരിൽ ആരും ചെയ്യാതിരിക്കുക. എന്തായാലും ഇനി സാമൂഹ്യ പാഠത്തിൽ നമുക്കൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം.
ഈ രാമായണ മാസം ഭക്തിസാന്ദ്രമാക്കാൻ നിങ്ങളുടെ ദൂരദർശനിൽ ദിവസവും രാവിലെ 6 മണിക്കും വൈകുന്നേരം 5:30-നും രാമായണ പാരായണം. സാമൂഹ്യപാഠത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് മുലയൂട്ടലിലെ മിഥ്യാധാരണകളും വസ്തുതകളും എന്ന വിഷയത്തെ പറ്റിയാണ്. നമ്മുടെ ഒപ്പമുള്ള അതിഥി ഡോക്ടർ വി മീനാക്ഷിയാണ്. ഡോക്ടർ നേരത്തെ നമ്മുടെ ഒരു കോളർ ചോദിച്ചതുപോലെ തന്നെ ഡോക്ടർ പറഞ്ഞിരുന്ന ഒരു ഉത്തരം, അമ്മമാർക്ക് പാല് കൂടുതൽ ഉണ്ടാകണമെങ്കിൽ ഈ പറഞ്ഞ അമ്മമാർ പാല് കുടിക്കണം എന്നുള്ളത്, അത് ശരിയായ ധാരണ തന്നെയാണോ? അപ്പോൾ ഡോക്ടർ, പാല് കുടിക്കുക, അമ്മമാർക്ക് പാല് കുടിക്കാമോ? അതെ, തീർച്ചയായിട്ടും അത് പശുവിൻ പാലാണ്, പശുവിൻ പാല് മാത്രം, കവർ പാൽ. ശരിക്കും പാല് മാത്രമല്ല, മറ്റ് പോഷകപ്രദമായ ആഹാരങ്ങളെല്ലാം അമ്മ കഴിക്കണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുലയൂട്ടുന്ന അമ്മമാർ അവരൊരു എക്സ്ട്രാ ജോലിയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവിനേക്കാൾ കൂടുതൽ ഒരു 500 കാലറി എങ്കിലും അധികം നമുക്ക് കഴിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ പാല് കുടിച്ചു കഴിഞ്ഞാൽ പാലും അതുപോലെ വെള്ളവും എല്ലാം മറ്റ് പച്ചക്കറികളും പഴങ്ങളും മത്സ്യവും മാംസ്യവും എല്ലാം കഴിക്കണം. അമ്മമാർ അതേപോലെ തന്നെ ഡോക്ടർ, ഈ ശീതള പാനീയങ്ങൾ കുടിക്കുന്നത് നല്ലതല്ലല്ലോ? അല്ല, അത് ഒരിക്കൽ പറഞ്ഞു. കാരണം ഈ ആൽക്കഹോൾ അടങ്ങിയ ഡ്രിങ്ക്സ്, അതുപോലെ കെഫീൻ അടങ്ങിയ ഡ്രിങ്ക്സ്, ശീതളപാനീയങ്ങൾ നാച്ചുറലി അതിനകത്ത് എന്തൊക്കെ കെമിക്കൽസ് ആണ് നമുക്ക് പോലും അറിയില്ല. അപ്പം അത് കുഞ്ഞിനെ ദോഷകരമായിട്ട് ബാധിക്കുന്നതാണ്. കുഞ്ഞിന് മാത്രമല്ല, അമ്മയ്ക്കും ദോഷകരമാണ്. കുഞ്ഞിന് തീർച്ചയായിട്ടും അത് പാലിലൂടെ എത്തും. ഡോക്ടർ, അതേപോലെ തന്നെ പലപ്പോഴും ആളുകളുടെ പലതരം ധാരണകളാണ് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കുമൊക്കെ ഇടയാക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് കൃത്യസമയത്ത് പാല് കൊടുത്തില്ല എങ്കിൽ അവരുടെ ആരോഗ്യത്തെ അത് കാര്യമായിട്ട് തന്നെ ബാധിക്കും. ഇപ്പം ആളുകളുടെ ഒരു സദാചാര ബോധവും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും ഒക്കെ ഇടകലർത്തി പറയുന്നതാണ് ആരെയും കാണുക മുലപ്പാൽ കൊടുക്കരുത് എന്നുള്ളത്. നമ്മുടെ വീട്ടുകളിലൊക്കെ ആണെങ്കിലും ചേച്ചിമാരോ അല്ലെങ്കിൽ അമ്മമാരോ ഒക്കെ ഉണ്ട് എങ്കിൽ അവർ പ്രത്യേകിച്ചും ഈ പറഞ്ഞ പോലെ ഒരു മറവ് ആഗ്രഹിക്കുന്നുണ്ട്. ശരിക്കും ഈ മുലപ്പാലിൽ ഈ പറഞ്ഞ സദാചാരം കാണേണ്ടതുണ്ടോ? എവിടെയും എങ്ങനെയും ഇരുന്ന് മുലപ്പാൽ, അതായത് ഒരു രീതിയിൽ, മെച്ചപ്പെട്ട രീതിയിൽ ഇരുന്നു കൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് അത് കൊടുക്കുന്നത് നല്ലതല്ലേ? ആ ഒരു ധാരണ മാറ്റേണ്ടതല്ലേ? അതാണ് ഈ ദിനാചരണ സന്ദേശം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഒരു അമ്മയ്ക്ക് ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ചും, അത് ഇപ്പോൾ പൊതുജന മധ്യത്തിലാണെങ്കിൽ പോലും ആ അമ്മയ്ക്ക്, ഇപ്പോൾ കുഞ്ഞ് കരയുന്നു, കുഞ്ഞിന് വിശപ്പായി, കുഞ്ഞിന് പാല് കൊടുക്കണം, അപ്പോൾ അവരെവിടെയെങ്കിലും ഒരു ഒളിമറവ് നോക്കും അവിടെ ഇരുന്ന് പാല് കൊടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയല്ല, നമുക്ക് എവിടെ വെച്ച് വേണം. പക്ഷെ അതിനുള്ള സപ്പോർട്ട് ബാക്കിയുള്ളവർ കൊടുക്കണം. ഇപ്പോൾ ഭോജനമധ്യത്തിൽ തുറന്നു കാണിക്കാൻ എല്ലാവർക്കും മടിയായിരിക്കും. അപ്പോൾ അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മളുടെ ആശുപത്രികളിലൊക്കെ ബ്രസ്റ്റ് ഫീഡിങ് റൂമുണ്ട്. അപ്പോൾ അവർക്ക് സേഫായിട്ട് ആ റൂമിലിരുന്ന് കൊടുക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ബസ് സ്റ്റാൻഡിൽ അങ്ങനെയുള്ള സ്ഥലത്തുമൊക്കെ ഇതേപോലത്തെ റൂംസ് അവൈലബിൾ ആണ്. അത് നമ്മൾ അവൈലബിൾ ആക്കണം. കാരണം സമൂഹത്തിൻ്റെയും കൂടെ ഉത്തരവാദിത്തമാണ് കുഞ്ഞിനെ അമ്മ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നു അല്ലെങ്കിൽ മുലയൂട്ടുന്നു എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, പങ്കാളിക്ക് അതിനകത്ത് ഉത്തരവാദിത്തമുണ്ട്, കുടുംബാംഗങ്ങൾക്കുണ്ട്, ജോലി സ്ഥലത്താണെങ്കിലും കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്കുണ്ട്, അതുപോലെ തന്നെ സമൂഹത്തിനും ആ ഒരു ബാധ്യതയുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഒന്നും നോക്കേണ്ടതില്ല, കുഞ്ഞിന് ആവശ്യമെങ്കിൽ അമ്മയ്ക്ക് എവിടെ വെച്ച് വേണമെങ്കിലും മുലയൂട്ടാം. ശരി ഡോക്ടർ, അതേപോലെ തന്നെ പൊതുവേ നമ്മുടെ ഇടയിലുള്ളൊരു ധാരണയാണ്, സ്ത്രീകൾക്കിടയിൽ ഒരു ഇപ്പം പ്രസവമൊക്കെ കഴിഞ്ഞ അമ്മമാർക്ക് ധാരാളം ഭക്ഷണങ്ങൾ കഴിക്കുക, അമ്മമാരുടെ ഭക്ഷണക്രമം കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തെ നന്നാക്കും എന്നുള്ള രീതിയിലൊക്കെ ധാരാളം ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് നമ്മൾ പറയാറുണ്ട്. ചില സ്ത്രീകൾ ഈ പറഞ്ഞ പോലെ സൗന്ദര്യബോധം കൂടുതലുള്ളവരാണെങ്കിൽ അവർക്ക് ഭക്ഷണം കഴിക്കാൻ അല്ലെങ്കിൽ ഒരു വിമുഖത കാണിക്കാറുണ്ട്. ശരിക്കും അമ്മയുടെ ഭക്ഷണക്രമം മാത്രമാണോ ഈ മുലപ്പാലിൻ്റെ തോത് നിർണ്ണയിക്കുന്നത്? അല്ല, എല്ലാ കാര്യങ്ങളും അതിനകത്ത് വരും. കാരണം ഭക്ഷണം ഏതായാലും അമിതമായി കഴിഞ്ഞാൽ നമുക്കത് ദോഷമായിട്ട് വരും. അപ്പോൾ അമിതമായിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് തടി കൂടും, വെയിറ്റ് കൂടും, അമ്മയ്ക്ക് മറ്റ് അസുഖങ്ങൾ, ഇപ്പം ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രഷർ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം തീർച്ചയായിട്ടും ആരാണെങ്കിലും, അതിപ്പം പ്രസവിച്ച അമ്മയാണെങ്കിലും അല്ലെങ്കിൽ പാൽ കൊടുക്കുന്ന അമ്മയാണെങ്കിലും അത് ശരിയായ അളവിലുള്ള ഭക്ഷണം അവർ കഴിക്കേണ്ടതാണ്. കൂടുതൽ ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് മുലപ്പാൽ കൂടുകയോ അല്ലെങ്കിൽ ഭക്ഷണം കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കുറയുകയോ ചെയ്യുന്നില്ല. പക്ഷേ കൃത്യമായ അളവിൽ കൃത്യമായ സമയത്ത് ഭക്ഷണം കഴിക്കണം. അതെ. അതേപോലെ തന്നെ ഡോക്ടർ, നമ്മുടെ കുഞ്ഞുങ്ങൾ പലപ്പോഴും ഈ പറഞ്ഞ പോലെ ഓക്കാനം അല്ലെങ്കിൽ വയറിളക്കം ഇതൊക്കെ വരുമ്പം അവർക്ക് മുലപ്പാൽ കൊടുക്കരുത് എന്ന് പറയുന്നുണ്ട്. ഈ ധാരണ ശരിയാണോ? ഒട്ടും ശരിയല്ല. കാരണം കുഞ്ഞിന് എന്ത് അസുഖം ഉണ്ടെങ്കിലും അമ്മ മുല ഊട്ടിയിരിക്കണം. കാരണം മുലപ്പാൽ കുഞ്ഞിന് ഏറ്റവും ദഹിക്കുന്നതും അതുപോലെ തന്നെ വളരെയധികം പോഷക സമ്പുഷ്ടമാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കാരണം ഒരു കുഞ്ഞിന് ആവശ്യമായ എല്ലാ ജീവകങ്ങളും അതുപോലെ വിറ്റാമിനുകളും ധാതുക്കളും
എല്ലാം, പിന്നെ പ്രോട്ടീൻ, ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ് ഇതെല്ലാം ശരിയായ അളവിൽ ആ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് അനുസൃതമായിട്ട് തന്നെ മുലപ്പാൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുഞ്ഞിന് അസുഖമുള്ളപ്പോൾ ഊട്ടുക തന്നെ വേണം. പ്രത്യേകിച്ചും വയറിളക്കമൊക്കെ ഉള്ളപ്പോൾ മുലപ്പാലാണ് ഏറ്റവും ആദ്യം നൽകേണ്ടത്. അതേപോലെ തന്നെ ഇടവിട്ട് മുലപ്പാൽ നൽകാനും ശ്രദ്ധിക്കണം. ഛർദിലുണ്ടെങ്കിലും ഛർദിച്ചോട്ട് കുഴപ്പമില്ല. മുലയൂട്ടി കഴിഞ്ഞിട്ട് കുഞ്ഞിനെ തോളിലിട്ട് ഒരു 10-15 മിനിറ്റ് നേരം പുറകിൽ ഒന്ന് പതുക്കെ തടവി കഴിഞ്ഞാൽ ഗ്യാസ് പോവും, ബർപ്പിംഗ് എന്ന് പറയാം. അപ്പോൾ അത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഛർദിൽ കുറയും. പലപ്പോഴും ഈ ഒരു സിംഗിൾ മദർ അല്ലെങ്കിൽ മറ്റു പിന്തുണയൊന്നുമില്ലാത്ത അമ്മമാർക്കാണ് ഈ പറഞ്ഞ തെറ്റായ ധാരണകളൊക്കെ ഉള്ളത്. ഇപ്പം വയറിളക്കം ഉണ്ടായാൽ അല്ലെങ്കിൽ ഛർദ്ദിച്ചാൽ എന്ത് ചെയ്യും, വീണ്ടും കൊടുക്കുമ്പോൾ കുട്ടിക്ക് അത് പ്രശ്നമാകുമോ, ഇങ്ങനെയൊക്കെയുള്ള ഒരു ആവലാതിയും ആശങ്കയും ഒക്കെ അവർക്കിടയിലുണ്ട്. അപ്പം അതിന് കൃത്യമായ ഒരു ബോധവൽക്കരണം വേണ്ടതുണ്ട് അല്ലേ ഡോക്ടർ? അതെ തീർച്ചയായിട്ടും. അപ്പം ഈ ഒരു വാരാചരണത്തിലെ ഉദ്ദേശം തന്നെ അതാണ്. ഇപ്പം പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ അമ്മമാർക്ക് മുലയൂട്ടലിനെ പറ്റിയുള്ള ശരിയായ പ്രാധാന്യം, അതിൻ്റെ മുലയൂട്ടലിൻ്റെ പ്രാധാന്യവും മുലപ്പാലിൻ്റെ ഗുണങ്ങളും ഉദ്ബോധിപ്പിക്കുക എന്നുള്ളതാണ് ഈ മുലയൂട്ടൽ വാരാചരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ആരോഗ്യ പ്രവർത്തകരും അതുപോലെ തന്നെ ഡോക്ടർമാരും എല്ലാവരും ഈ സന്ദേശങ്ങൾ, മുലപ്പാലിൻ്റെ ഗുണഗണങ്ങളും അതുപോലെ മുലയൂട്ടുന്നതിൻ്റെ പ്രാധാന്യം എല്ലാം ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളത് കൂടിയാണ് ഈ ഒരു വാരാചരണത്തിൻ്റെ ഉദ്ദേശം തന്നെ. 1992 മുതൽ ലോകാരോഗ്യ സംഘടനയുടെ ആഹ്വാനപ്രകാരം നമ്മൾ എല്ലാ വർഷവും ഓഗസ്റ്റ് 1 മുതൽ 7 വരെ ഈ മുലയൂട്ടൽ വാരം ആചരിച്ചു വരികയാണ്. ശരി ഡോക്ടർ, അതേപോലെ തന്നെ ഒരു സംശയമാണ് ഈ പൊസിഷനിനെ പറ്റി. അതായത് കുഞ്ഞിന് കിടന്നുകൊണ്ട് മുലയൂട്ടുന്നത് ദോഷമാണോ, അമ്മമാർ കിടന്നുകൊണ്ട് മുലയൂട്ടുന്നത് കുഞ്ഞുങ്ങൾക്ക് ദോഷകരമായിട്ട് ബാധിക്കും എന്നൊരു ധാരണയുണ്ട്. അത് ശരിയായ ഒന്നാണോ? ശരിക്കും പറഞ്ഞാൽ അമ്മ കംഫർട്ടബിളായിട്ട് വളരെ സമാധാനപരമായിട്ട് കുഞ്ഞിനെ മുലയൂട്ടണം എന്നാണ് പറയുന്നത്. പിന്നെ കിടന്നുകൊണ്ട് മുലയൂട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കുഞ്ഞിൻ്റെ വായ അല്ലെങ്കിൽ മൂക്ക് അടഞ്ഞു പോകാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ കിടന്നുകൊണ്ട് മുലയൂട്ടുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ അമ്മ ചിലപ്പോൾ ഉറങ്ങിപ്പോവും. അപ്പോൾ അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ കുഞ്ഞ് ചിലപ്പം കമന്ന് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ അപകടങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ കിടന്നുകൊണ്ട് മുലയൂട്ടുന്നത് കോൺട്രാഇൻഡിക്കേഷൻ ഒന്നുമല്ല. ശരിക്കും ശരിയായ ഒരു പൊസിഷൻ ഏതാണ് ഡോക്ടർ? അത് ഇരുന്നു കൊണ്ട് ശരിക്കും ഒരു തലയണയോ വല്ലതും അടിയിൽ വെച്ച് കംഫർട്ടബിളായിട്ട് ഇരുന്നു കൊണ്ട് മുലയൂട്ടുക എന്നുള്ളതാണ് അമ്മമാരെ സംബന്ധിച്ച്. അതുപോലെ കുഞ്ഞിനും കുഞ്ഞിൻ്റെ തലയും ഉടലും എല്ലാം ഒരേ ലൈനിൽ വരത്തക്ക വിധത്തിൽ കുഞ്ഞിൻ്റെ വയറ് അമ്മയുടെ മാറിലേക്ക് അടുപ്പിച്ചുകൊണ്ട് ശരിയായ രീതിയിൽ മുലയൂട്ടണം. മുലയൂട്ടുമ്പോൾ നിപ്പിൾ മാത്രമല്ല ഏരിയോള, നിപ്പിളിന് ചുറ്റുമുള്ള കറുത്ത ഭാഗം അതുകൂടി കുഞ്ഞിൻ്റെ വായിൽ ഉൾപ്പെടുത്താൻ, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ വായ്ക്കുള്ളിലാണെന്ന് ഉറപ്പാക്കണം. അത് അമ്മയുടെ ഈ നിപ്പിളിന് ക്ഷതമേൽക്കുന്നത് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതുപോലെ നിപ്പിൾ ഇൻഫെക്ഷൻ വരാതിരിക്കാനും സാധിക്കും. ശരി ഡോക്ടർ, നമുക്കിനി ഒരു ഇടവേള എടുക്കാം. സാമൂഹ്യ പാഠത്തിൽ ഇനി ഒരു ചെറിയ ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരിച്ചു വരാം. കൈ നിറയെ വെണ്ണതരാ, കവിളിലൊരുമ്മതരാ, നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടെന്നെ നിന്നെ കേട്ടാൻ ഇന്നുവരെ വന്നെല്ലാരും. മാവിലക്കുടിൽ പൈങ്കിളി കോകിലക്കിളി പാടടി, വീണ്ടു കിട്ടിയ പൂങ്കുഴൽ മഴക്കാർ നിറക്കിളിയോതെടി. కలవసి బాలికవే చురకత్తుల చూపులున్న మల్లీశ్వరివే. സാമൂഹ്യ പാഠത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് മുലയൂട്ടലിലെ മിഥ്യാധാരണകളും വസ്തുതകളും എന്ന വിഷയത്തെ പറ്റിയാണ്. പ്രേക്ഷകർക്ക് നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളോട് വിളിച്ച് ചോദിക്കാവുന്നതാണ്. ഡോക്ടർ, പൊതുവെ എന്തൊക്കെ തരത്തിലുള്ള മിഥ്യാധാരണകൾ ഈ ഒരു മുലയൂട്ടൽ ബന്ധപ്പെടുത്തി ഉണ്ട്? അതായത് ആളുകൾക്കിടയിൽ പല പല സംശയങ്ങളാണ് ഈ ഒരു മുലയൂട്ടൽ എങ്ങനെ, എപ്പോൾ വരെ, എന്തൊക്കെ രീതിയിൽ എന്നുള്ളത്. അപ്പം ഈ മുലയൂട്ടലിൽ മൊത്തത്തിൽ ഒരു ബോധവൽക്കരണം എന്ന രീതിയിൽ എന്താണ് ഡോക്ടർക്ക് പറയാനുള്ളത്?
മുലയൂട്ടലിനെ പറ്റി ശരിയായ അവബോധം ജനങ്ങളിൽ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഈ മുലയൂട്ടൽ വാരാചരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആ കുഞ്ഞിന് മുലപ്പാൽ നൽകുക എന്നുള്ളത് അമ്മയുടെ ഉത്തരവാദിത്തമാണ്. അപ്പം സാധാരണ പ്രസവമാണെങ്കിൽ ഈവൻ 10 മിനിറ്റിനുള്ളിൽ തന്നെ കുഞ്ഞിനെ മുലയൂട്ടാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സിസേറിയൻ ആണെങ്കിൽ പോലും 1 മണിക്കൂറിനകത്ത് മുലയൂട്ടുന്നതിന് യാതൊരു തടസ്സവും ഇല്ല. അപ്പോൾ അതിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ റിട്രാക്റ്റഡ് നിപ്പിളോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും, ഇപ്പം അമ്മയുടെ മുലക്കണ്ണിൽ എന്തെങ്കിലും ഇൻഫെക്ഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഉള്ള ആരോഗ്യ പ്രവർത്തകർ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള റെമഡി ചെയ്തിരിക്കണം. അപ്പം റിട്രാക്റ്റഡ് നിപ്പിളാണെങ്കിൽ അതിനുള്ള എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് കുഞ്ഞിന് ബ്രസ്റ്റ് മിൽക്ക് എക്സ്പ്രസ് ചെയ്ത് എടുക്കാൻ സാധിക്കും. അപ്പോൾ അത് കൊടുക്കണം. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് 6 മാസം വരെ മുലപ്പാലല്ലാതെ മറ്റൊന്നും നൽകാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. കാരണം ഒരു കുഞ്ഞ് ജനിച്ച് 6 മാസം വരെ അമ്മയുടെ മുലപ്പാൽ കുടിച്ച് വളരുന്നത് ആ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ്. കാരണം കുഞ്ഞിന് ഈ കുപ്പിപ്പാലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് തിളപ്പിക്കാതെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അണുബാധ ഉണ്ടാവുകയും അതുപോലെ വയറിളക്കം, ഫ്രീക്വൻ്റ് ആയിട്ടുള്ള വയറിളക്കം, ചിലപ്പം ഈ വയറിളക്കം കൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ തൂക്കം വളരെയധികം കുറയുകയും മാൽനറിഷ്ഡ് ആവുകയും അതിനെ തുടർന്ന് അതിന് മറ്റ് അസുഖങ്ങൾ, ഇപ്പം ന്യൂമോണിയ പോലുള്ള റെസ്പിറേറ്ററി ഡിസീസസ് അതൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നത്ര 6 മാസം മുലപ്പാലല്ലാതെ മറ്റ് ഒരു ആഹാരവും നൽകാതിരിക്കുക. 6 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ മുലപ്പാലിനോടൊപ്പം തന്നെ മറ്റ് പോഷകപ്രദമായ ആഹാരം കുഞ്ഞിന് നൽകാവുന്നതാണ്. 2 വയസ്സ് വരെയും മുലയൂട്ടാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം ജോലിക്ക് പോകുന്ന അമ്മമാരാണെങ്കിലും മുലയൂട്ടി കഴിഞ്ഞിട്ട് പോകുന്നതിന് മുന്നേ തന്നെ കുറച്ച് പാല് ഒരു പാത്രത്തിൽ എക്സ്പ്രസ് ചെയ്ത് അത് സൂക്ഷിച്ച് വയ്ക്കുക. അപ്പോൾ കെയർ ടേക്കർ, ഇപ്പോൾ അമ്മുമ്മയോ അല്ലെങ്കിൽ ആരാണ് ആ കുഞ്ഞിനെ നോക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ കൈവശം അത് ഏൽപ്പിക്കുക. അപ്പം ഈ എക്സ്പ്രസ്ഡ് മിൽക്ക് ശരിക്കും നമ്മുടെ സാധാരണ റൂം ടെമ്പറേച്ചറിൽ ഒരു 4 മണിക്കൂർ വരെയൊക്കെ കേടാവാതെ ഇരിക്കും. ഫ്രിഡ്ജിലാണെങ്കിൽ 24 മണിക്കൂർ വരെയും അത് കേടാവാതെ സൂക്ഷിക്കാൻ സാധിക്കും. അപ്പം എക്സ്പ്രസ് ചെയ്ത് പിന്നെ കുഞ്ഞിനെ ഇപ്പം 2 വയസ്സ്, ഇപ്പം മിക്കവാറും എല്ലാ 50 സ്ത്രീകൾ കൂടുതലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ അവിടെ ക്രഷ് ഉണ്ടാവണം എന്നാണ് പറയുന്നത്. അപ്പം ക്രഷ് ഉള്ള സ്ഥലത്താണെങ്കിൽ കുഞ്ഞിനെ ഇടയ്ക്കിടയ്ക്ക് പോയി അമ്മയ്ക്ക് മുലയൂട്ടാനായിട്ട് സാധിക്കും. അപ്പം കഴിയുമെങ്കിൽ കുഞ്ഞിനെ ഫ്രീക്വൻ്റ് ആയിട്ട് അതിനുള്ള സൗകര്യം ഉണ്ടാക്കുക എന്നുള്ളത് അമ്മയുടെയും അതുപോലെ പിന്നെ കുടുംബത്തിലുള്ളവരുടെയും, പിന്നെ ജോലി സ്ഥലത്താണെങ്കിൽ കൂടെ ജോലി ചെയ്യുന്നവർക്ക് ആ ഒരു ഉത്തരവാദിത്വം ഉണ്ട്. അപ്പം അമ്മയ്ക്ക് മുലയൂട്ടാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുക. അതെ. അതേപോലെ തന്നെ ഡോക്ടർ, നമ്മൾ പലപ്പോഴും കേൾക്കുന്നതാണ് എൻ്റെ ചോരയാണ് നിന്നെ നൽകി വളർത്തിയത് എന്ന് മുലപ്പാലിനെ ഉപമിച്ചുകൊണ്ട് പല അമ്മമാരും പറയാറുണ്ട്. അപ്പം ചില സ്ത്രീകൾക്ക് ഈ പറഞ്ഞ പോലെ പല ധാരണകളാൽ അവർ മുലയൂട്ടാൻ മടി കാട്ടാറുണ്ട്. ചില സ്ത്രീകൾ ധാരാളമായി അതിനെ എൻകറേജ് ചെയ്യാറുമുണ്ട്. അപ്പം മുലയൂട്ടുന്നത് അമ്മയ്ക്കും കുഞ്ഞിനും എന്തൊക്കെ നേട്ടങ്ങളാണ് നൽകുന്നത്? അതിൻ്റെ ഒരു നേട്ടങ്ങൾ ഒന്ന് പറയാമോ ഡോക്ടർ? തീർച്ചയായിട്ടും കുഞ്ഞിനേക്കാൾ ഉപരി അമ്മയ്ക്കും നേട്ടമുണ്ട് എന്ന് തന്നെ പറയാം. കാരണം കുഞ്ഞിനുള്ള നേട്ടങ്ങൾ ആദ്യം നമുക്ക് പറയാം. നമ്മൾ ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം മുലപ്പാൽ കുടിച്ചു വളരുന്ന കുഞ്ഞുങ്ങളുടെ IQ അല്ലെങ്കിൽ ബുദ്ധിശക്തി മറ്റ് കുഞ്ഞുങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പം കൂടുതലാണെന്ന് കാണാം. അതൊന്ന്. രണ്ടാമത് കുഞ്ഞിന് വരാൻ സാധ്യതയുള്ള അസുഖങ്ങൾ എല്ലാം ഒരു പരിധി വരെ കുറയ്ക്കുവാനായിട്ട് മുലപ്പാലിന് സാധിക്കും. കാരണം മുലപ്പാൽ അത്രയും പോഷക സമ്പുഷ്ടമാണ്. അതിനകത്ത് കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമുള്ള എല്ലാ ജീവകങ്ങളും അതിൻ്റെ ശരിയായ അളവിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ കുഞ്ഞിന് മുലപ്പാൽ കുടിച്ച് വളരുന്ന കുഞ്ഞുങ്ങൾക്ക് ശരിയായ ആരോഗ്യം ഉണ്ടാവും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പിന്നെ അതുപോലെ തന്നെ മുലപ്പാൽ കുടിച്ച് വളരുന്ന കുഞ്ഞുങ്ങൾക്ക് ഭാവിയിൽ വരാനുള്ള നേരത്തെ പറഞ്ഞ പോലെ ഡയബറ്റിസ് അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസൊക്കെ വരാനുള്ള സാധ്യത കുറവാണെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ പറയപ്പെടുന്നുണ്ട്. പിന്നെ അമ്മയ്ക്കുള്ള ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന്, അമ്മയ്ക്ക് വരാൻ സാധ്യതയുള്ള ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ അണ്ഡാശയ ക്യാൻസർ, ഒവേറിയൻ ക്യാൻസർ, പിന്നെ അമ്മയ്ക്കും ഈ പറഞ്ഞ പോലെ ഡയബറ്റിസ് അല്ലെങ്കിൽ
കാർഡിയോവാസ്കുലർ ഡിസീസസ് ഇതൊക്കെ മുലയൂട്ടുന്നതിലൂടെ കുറയ്ക്കാൻ സാധിക്കും എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ അമ്മയുടെ ഷേപ്പ് അല്ലെങ്കിൽ പ്രസവത്തിന് ഗർഭിണിയായിരിക്കുന്നതിന് മുന്നേ എങ്ങനെയായിരുന്നു ആ പൂർവ്വസ്ഥിതിയിലേക്ക് ശരിയായ ബോഡി ഷേപ്പിലേക്ക് എത്താനും തൂക്കം കുറച്ചുകൊണ്ട് ശരീര സൗന്ദര്യം നിലനിർത്താനും മുലയൂട്ടലിലൂടെ സാധിക്കും. അതോടൊപ്പം തന്നെ പോസ്റ്റ്നേറ്റൽ ഡിപ്രഷൻ, പ്രസവശേഷം ഉണ്ടാകാൻ സാധ്യതയുള്ള ഡിപ്രഷനും ഒരളവ് വരെ ഈ മുലപ്പാൽ നൽകുന്നതിലൂടെ കുറയും എന്നാണ് കാണുന്നത്. അതേപോലെ തന്നെ ഈ അമ്മയുടെ ഒരു മാനസികാരോഗ്യം വളരെ പ്രാധാന്യമാണല്ലേ ഡോക്ടർ? അതെ, കാരണം പോസ്റ്റ്നേറ്റൽ ഡിപ്രഷൻ സാധാരണ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അപ്പം പിന്നെ വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ അടുത്ത ഗർഭധാരണം അത് ഒരു പരിധിവരെ നമുക്ക് സ്പേസിങ് അല്ലെങ്കിൽ നീട്ടിവെക്കാനായിട്ടും ഈ മുലയൂട്ടൽ കൊണ്ട് സാധിക്കും എന്നാണ് പറയപ്പെടുന്നത്. അടുത്ത ഗർഭം ഉണ്ടാവുന്നതും തടയാനായിട്ട് ഒരു പരിധിവരെ മുലയൂട്ടലിന് സാധിക്കും. അപ്പോൾ നമ്മൾ മുലയൂട്ടൽ വാരാചരണത്തെ പറ്റി ധാരാളം കാര്യങ്ങൾ ഇന്ന് ചർച്ച ചെയ്തു. ശരിക്കും ഒരുപാട് മിഥ്യാധാരണകളും അതേപോലെ തന്നെ വസ്തുതകളും ഒക്കെ ആളുകൾക്കിടയിലുണ്ട്. അപ്പം ഈ ധാരണകൾ ഒരിക്കലും തെറ്റിപ്പോകരുത് എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും അധികം സ്ട്രെസ് കൊടുക്കേണ്ടത്, അല്ലേ ഡോക്ടർ? കാരണം ഇത്രത്തോളം പ്രാധാന്യമുള്ള ഒന്നാണ് മുലയൂട്ടുക എന്നുള്ളത്. അപ്പം അതിൽ അമ്മമാരും അതേപോലെ തന്നെ മറ്റുള്ള ആളുകളും ഒക്കെ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യവും ഏറെയാണ്. ഇന്ന് ഡോക്ടർ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഈ പറഞ്ഞ മുലയൂട്ടൽ വാരാചരണത്തിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കരുത്, എന്തൊക്കെ കാര്യങ്ങളെ അവഗണിക്കണം എന്നുള്ളത് പ്രേക്ഷകർക്കും അത് കൃത്യമായി തന്നെ മനസ്സിലായി എന്നതാണ് ഞങ്ങൾ കരുതുന്നത്. എന്തായാലും സാമൂഹ്യ പാഠത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളൊരു വിഷയം തന്നെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാം. ഡോക്ടർ ഈ ഒരു ഇത്രയേറെ വിഷയങ്ങൾ ഞങ്ങളുമായിട്ട് ചർച്ച ചെയ്തതിന് നന്ദി പറയുന്നു. എന്തായാലും മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നമസ്കാരം.